നമുക്ക് എന്ത് രോഗങ്ങളുണ്ടെങ്കിലും അത് എത്ര വലിയ മാരകമായ രോഗങ്ങളാണെങ്കിലും അത് വളരെ പെട്ടെന്ന് ഷിഫയാകാൻ കാരണമാകുന്ന വിശുദ്ധ ഖുർആനിലെ ആയാത്തു ഷിഫാഇന്റെ ആയത്തുകൾ, രോഗശമനത്തിന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞ് സ്വാലിഹീങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയ ആയത്തുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ രോഗങ്ങളാണെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനോട് കൂടെ തന്നെ മെഡിസിനും ടാബ്ലറ്റൊക്കെ കഴിക്കുന്നതിനോട് കൂടെ ഈ ആയത്തുകളും കൂടെ ഓതിയിട്ട് പ്രത്യേകമായിട്ട് ആ വെള്ളം കുടിക്കുകയും അതിടക്കിടക്ക് ഓതുകയും ചെയ്യുന്നത് രോഗങ്ങൾ ശിഫയാകാൻ കാരണമാകുമെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ശിഫയാണല്ലോ. ഏത് വലിയ രോഗങ്ങളുണ്ടെങ്കിലും അള്ളാഹു അത് മാറാനുള്ള ഖളാ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതിനർത്ഥം നമ്മൾ ചോദിക്കാതിരിക്കുക എന്നല്ല. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്, എനിക്ക് രോഗം അള്ളയാണ് തന്നത്, അള്ളാഹു അത് മാറ്റിത്തരും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അള്ളാഹിനോട് ചോദിക്കന്നെ വേണം. ഇപ്പൊ എത്രയോ പ്രവാചകന്മാർക്ക്, അമ്പിയാക്കൾക്ക് വലിയ വലിയ രോഗങ്ങൾ ഉണ്ടായിട്ട് അവരൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്ത് ചോദിച്ചു വാങ്ങിയതാണ് ഓരോന്നും. അതുപോലെയാണ് നമ്മളും ചെയ്യേണ്ടത്. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം, നമ്മൾ മെഡിസിൻസ് കഴിക്കണം, ഡോക്ടറെ കാണിക്കണം. അതോടുകൂടെ തന്നെ അള്ളാഹിനോട് നല്ലോണം ദുആ ചെയ്യും വേണം. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് നമുക്ക് ശിഫ നൽകും. അതൊരു പക്ഷേ ഈ മെഡിസിൻ കഴിച്ചത് കൊണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹു ചില ആളുകൾ, അതുകൊണ്ടാണല്ലോ ചിലപ്പോൾ ചില ആളുകൾക്ക് വലിയ രോഗങ്ങളൊക്കെ ഉണ്ടായാല് ആ ആൾക്ക് കൊടുത്ത അതേ മെഡിസിനും മരുന്നൊക്കെ തന്നെ ആയിരിക്കും വേറൊരാൾക്കും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ആദ്യത്തെ ആളുടെ മാറിയിട്ടില്ല, മറ്റാളുടെ മാറിയിട്ടുണ്ടാകും. അതെന്താ? അള്ളാഹു അതിൽ ശിഫ കണക്കാക്കിയിട്ടുണ്ടാവും. ഒരേ മരുന്നാണ് കഴിച്ചത്, പക്ഷേ ഒരാളത് മാറി ഒരാളത് മാറിയില്ല. അള്ളാഹു അതിൽ ശിഫ കണക്കാക്കിയാലേ അതിൽ നമുക്ക് രോഗത്തിന് ശിഫ ലഭിക്കുള്ളൂ. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന അമല് ചെയ്തു നോക്കുക. എത്ര വലിയ രോഗങ്ങളാണെങ്കിലും ശിഫയാകും. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മളിന്ന് സ്ക്രീനിൽ ആ ദുആ ഏതാണെന്ന് വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. ഇനി ഇത് സ്ക്രീനിൽ നിന്ന് വായിക്കാൻ കഴിയാത്തവർക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മൾ ഈ ആയത്തുകൾ കൃത്യമായി ഇടുന്നുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾ സേവ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ ഫോണിലത് വരും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് എത്ര വലിയ രോഗങ്ങൾ ഉണ്ടെങ്കിലും ആ രോഗം ശിഫയാകാൻ ഈ ആയത്തുകൾ ഓതിയിട്ടുള്ള വെള്ളം പ്രഭാതത്തിൽ കുടിക്കുക. ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് ബിസ്മി ചൊല്ലി കുടിക്കണം. ഖിബ്ലക്ക് മുന്നിട്ട് കുടിക്കണം. ഇരുന്ന് കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ് പറയണം. അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു രോഗങ്ങൾ ശിഫയാക്കി തരും. അള്ളാഹു അത് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ് ആ ആയത്തുകൾ എന്ന് നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതില് ഒന്നാമത്തത് നമുക്കൊക്കെ അറിയാം, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ ആയത്ത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വളരെ പവിത്രമേറിയ ഒരു ആയത്താണ്. ഓക്കെ, അടുത്തത് സൂറത്തു തൗബയിലെ ആയത്താണ്, 14-ാമത്തെ ആയത്ത്. വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ. അടുത്തത് ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. അടുത്തത് യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ് വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. നോക്കൂ, എത്ര പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ പറ്റും. ഇനി സാവധാനത്തിൽ ഓതണേ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ് വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. വളരെ പവിത്രമേറിയ കുറച്ച് ആയത്തുകളാണിത്.
എത്ര വലിയ രോഗങ്ങളുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം രോഗങ്ങൾക്ക് മാത്രമല്ല ഇത്, നമ്മുടെ വീട്ടിലാർക്കെങ്കിലും പെട്ടെന്ന് രോഗങ്ങളുണ്ടായി, പനിയുണ്ടായി, അവരെ തലയുടെ അടുക്കൽ പതുക്കെ പോയി ഇരിക്കുക, വുളുവോടുകൂടെ പരമാവധി ഖിബിലക്ക് മുന്നിട്ട് നല്ല വൃത്തിയുള്ള സാഹചര്യങ്ങളിലിരുന്ന് ഇതൊന്ന് തലയിൽ കൈവച്ച് മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതി കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, വെള്ളത്തിലേക്ക് ഊതിയിട്ട് അത് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. ഷിഫാഇന്റെ ആയത്താണ്, വളരെ പെട്ടെന്ന് ഷിഫയാകാൻ കാരണമാകും. ഈ ആയത്തിന്റെ അർത്ഥങ്ങൾ അറിയുന്നവർക്കൊക്കെ അറിയാം, ഇത് ഷിഫാവുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളും ആയത്തുകളൊക്കെയാണിത്. അപ്പോൾ അതിൻ്റെ ആശയങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അള്ളാഹു നമ്മുടെ രോഗങ്ങളെ ഷിഫയാക്കാൻ ഈ ആയത്തുകൾ കാരണമാകും. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ആജിലായ കാമിലായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല രോഗങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ഇതിൽ രോഗങ്ങളില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? എത്ര വലിയ രോഗങ്ങൾ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ദുആ വസിയത്തുകളൊക്കെ എഴുതി അറിയിക്ക്. നമ്മൾ പ്രത്യേകം ദുആ ചെയ്യും മജ്ലിസുകളിലൊക്കെ വെച്ചിട്ട്. വലിയ വലിയ രോഗങ്ങളുള്ളവരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ ഒരാൾ അവരുടെ അന്നനാളവുമായി ബന്ധപ്പെട്ട് വലിയ രോഗത്തിൻ്റെ ഒരു വിവരണം ഒരു 5-6 വരി എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ വായിച്ച് മജ്ലിസുകളിലൊക്കെ വെച്ച് ദുആ ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എന്ത് രോഗങ്ങളാണെങ്കിലും എഴുതി അറിയിച്ചോളൂ. നമുക്ക് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുക. അള്ളാഹു ഷിഫയാക്കും എന്നുള്ളത് ഉറപ്പാണ്. വളരെ പ്രതീക്ഷയോടുകൂടെ തന്നെ നിൽക്കുക. വലിയ വലിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്, ജീവിതം മടുത്തു പോകരുത്. കാരണം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആരുണ്ടോ അവർക്കൊക്കെ അള്ളാഹു രോഗങ്ങൾ കൊടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾ അമ്പിയാക്കൾ എടുത്തു നോക്കുക, ഔലിയാക്കൾ എടുത്തു നോക്കുക, വലിയ വലിയ രോഗങ്ങൾ കൊടുത്തു. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വലിയ രോഗം കൊടുത്ത് രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്ത ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ. അപ്പോൾ അള്ളാഹു ഈ ദുനിയാവിൽ അത്രേ കണക്കാക്കിയിട്ടുള്ളൂ അല്ലേ? ഇത് സ്വർഗമൊന്നുമല്ലല്ലോ, സുഖസുന്ദരമായ ജീവിതമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അള്ളാഹിലേക്ക് അടുത്ത് ജീവിച്ച ആളുകൾക്കല്ലേ നല്ല സുഖമുള്ള ജീവിതം കിട്ടേണ്ടത്. അള്ളാഹുലേക്ക് അടുത്ത് ജീവിച്ച, ഒരു തെറ്റുപോലും ചെയ്യാത്ത, കറാഹത്ത് ചെയ്യാത്ത, ഹറാമ് ചെയ്യാത്ത, ഹറാമിനെ കുറിച്ച് ചിന്തിക്കാത്ത, കറാഹത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത എത്രയോ സൂഫി വര്യന്മാർക്ക് വലിയ രോഗങ്ങളില്ലേ? അപ്പൊ എന്താ അത് സംഭവം? എന്നാൽ തെമ്മാടിയായിട്ട് നടക്കുന്ന ആളുകളൊക്കെ വലിയ സന്തോഷത്തോടു കൂടെ നടക്കുന്നു. നിസ്കരിക്കാതെ, നോമ്പനുഷ്ഠിക്കാതെ, ദീനിനെ കുറ്റം പറഞ്ഞും ദീനിനെ പരിഹസിച്ച് നടക്കുന്ന ആളുകൾ വളരെ സുഖസുന്ദരമായി ജീവിക്കുന്നു. അവർക്ക് രോഗങ്ങളില്ല. അത് ഈ ദുനിയാവിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ദുനിയാവ് അള്ളാഹു ഒരു ഈച്ചയുടെ ചിറകിന്റെ വില പോലും ദുനിയാവിന് നൽകിയിട്ടില്ല. അപ്പൊ ഈ ദുനിയാവിലുള്ള ഈ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമുക്ക് പരലോകത്ത്, പാരത്രിക ലോകത്ത് വലിയ ഗുണങ്ങൾ ലഭിക്കാനാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അതിൻ്റെയൊക്കെ പ്രതിഫലം, അങ്ങനെ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമിച്ചതിൻ്റെയൊക്കെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് വലിയ റാഹത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. നമ്മുടെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് വളരെ